നമ്മളങ്ങനെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകും കേട്ടോ. നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചാൽ നമ്മൾ മുംബൈക്കാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ വസായി റിസോർട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, മുംബൈയിലേക്കാണ് നമ്മൾ പോകുന്നത്. മുംബൈയിൽ നിന്ന് നമ്മൾ അവിടെ നിന്നാണ് നമുക്ക് ട്രെയിനുള്ളത്. ട്രെയിൻ ഗോവയിലേക്കാണ്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ പോകാൻ പോകുന്നത് ടാക്സിയിലാട്ടോ. ഈ ടാക്സിയിലാണ് നമ്മൾ ഒരു 10 പേരോളം ഉണ്ട്. ഇതാണ് നമ്മൾ ടാക്സി കേട്ടോ. ഒരു ഇന്നോവയും 2 ഇന്നോവയും ഒരു എർട്ടിഗയും കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് നേരെ റോഡ് വഴിയാണ്. ഇവിടുന്ന് വസായിൽ നിന്ന് നമുക്ക് റോഡ് വഴി നമ്മൾ പോകുന്നത് മുംബൈയിലേക്ക് കേട്ടോ. മുംബൈയിലാണ് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബൈ റോഡാണ് നമുക്ക് ഇന്നത്തെ ട്രാവൽ വീഡിയോ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളെ ഡിജിസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും. നമ്മളങ്ങനെ ലഗേജൊക്കെ ഈ വണ്ടി കയറ്റിട്ടോ. ഇതിലാണ് ലഗേജ് സ്പേസ് തോന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ ലഗേജ് വെച്ചു. ഇത് നമ്മൾ ഇന്നോവ കേട്ടോ, 2 ഇന്നോവ ഉണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളങ്ങനെ വണ്ടി കയറിട്ടോ. ഇനി നമ്മൾ കുറച്ച് പേര് ഇന്നോവയിലും കയറി, ബാക്കി ആൾക്കാർ ഇതാ വണ്ടിയിൽ പോവുകയും ചെയ്തു. നമ്മളെ ഡ്രൈവർ സാറും കൂടി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇന്ന് ട്രാവൽ ചെയ്യുന്ന റോഡ് വഴി നമ്മൾ മുംബൈയിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മളിന്ന് വിഷ്വൽസ് കാണുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കുറച്ച് വിഷ്വൽസ്. അപ്പോൾ നമ്മളങ്ങനെ നമ്മളെ റിസോർട്ട് കാൻവെൽ റിസോർട്ട് നമ്മൾ അങ്ങനെ വിട പറയാണ്. നമ്മൾ കാൻവെൽ റിസോർട്ട് അങ്ങനെ വിട പറയാണ്. ഇനി നമ്മൾ നേരെ നമുക്ക് മുംബൈയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. टूरिस्ट प्लेस का सर से टूर प्लेस तो बहुत दूर है. हाउ मेनी किलोमीटर्स? 20 किलोमीटर 25 किलोमीटर. प्लेस मुंबई मरीन ड्राइव 25 किलोमीटर्स. एंड मध्य रेलवे स्टेशन का CSMT रेलवे स्टेशन वो भी समथिंग 30 किलोमीटर. 30 किलोमीटर है. उसका नाम क्या है? इसका योर नाम? विशाल पंडित. तुम्हारा हिंदी थोड़ा तो मालूम. मुंबई में कितना टाइम? मुंबई में सर मेरे को तो आते जाते मतलब क्यों गए एवरेज 3-4 hours. 4 hours average. 160 കിലോമീറ്റർ. നമുക്ക് റിസോർട്ടിൽ നിന്ന് നമുക്ക് മുംബൈയിലേക്ക് നമുക്ക് 160 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ये इसका फैक्ट्री है. फैक्ट्री है जी फैक्ट्री. विच कैसा फैक्ट्री है? वो तो पता नहीं सर क्या चीज़ का फैक्ट्री. इलेक्ट्रिकल पार्ट्स है. इलेक्ट्रिशियन दादा मशीनरीज ആണ്. മഷീനറീസ് इलेक्ट्रिक. This place actual name? दादरा इन नगर हवेली. दादरा नगर हवेली. सिलवासा डिस्ट्रिक्ट है. डिस्ट्रिक्ट है सिलवासा. ഇവിടെയൊക്കെ നല്ല ഡ്രൈ ഏരിയ കേട്ടോ. നല്ല പൊടിയുണ്ട് കേട്ടോ. റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല റോഡുണ്ട്. പിന്നെ കുറച്ച് ഫോറസ്റ്റ് ഏരിയ ആണെന്ന് തോന്നുന്നു. കുറച്ച് ഹിൽ ഏരിയ ആണ്.
ഞാൻ റിസോർട്ടിൽ നിന്ന് കാണിച്ചിരുന്ന പുഴയാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിവിടുത്തെ ചെറിയൊരു ടൗണാട്ടോ. ഇതൊരു ഡാമാട്ടോ ഇവിടെ ഉള്ള ഒരു വലിയൊരു ഡാമാട്ടോ ഇവിടെ കാണുന്നുണ്ട്. ആ ഡാമാ നല്ല വലിയ ഡാമാട്ടോ. എടാ അവിടുന്ന് വരുന്ന പുഴത്തെ ആയിരിക്കും. ഇതിന്റെ അപ്പുറത്താണ് ഡാം. നെയിം റിസർവോയർ. ഇവിടെ നല്ല റോഡ് പണിയാട്ടോ. ഓരോരുത്തരും വന്നിട്ട് അച്ഛ പ്ലേസ് സൂപ്പർ. ഒരു സത്തടിക്കാനുള്ള പരിപാടി നമ്മളങ്ങനെ ബൈപ്പാസിലേക്ക് കയറി കേട്ടോ. അപ്പോൾ ആ സർവീസ് റോഡ് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ ബൈപ്പാസിലേക്കാണ് പോകുന്നത്. ഇത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാട്ടോ. മാരേജ് ഫംഗ്ഷൻ ഇതവിടെ ഇവിടുത്തെ കല്യാണം കേട്ടോ ഈ കാണുന്നത്. കല്യാണ പരിപാടിയാണ്. ഇത് മഹാരാഷ്ട്ര ബോർഡർ ആട്ടോ. നമ്മളിതിൻ്റെ ചെക്ക് പോസ്റ്റാണ്. ഇത് ചെക്ക് പോസ്റ്റാണ് കാണുന്നത്. മഹാരാഷ്ട്ര ബോർഡറാണ് ഇവിടെ കാണുന്നത് കേട്ടോ. മഹാരാഷ്ട്ര നമ്മൾ ഈ NH-48 ആട്ടോ. ഗുജറാത്ത് മഹാരാഷ്ട്ര, അതായത് മുംബൈ നേരെ സ്ട്രെയിറ്റ് റോഡാട്ടോ വരുന്നത്. മേജർ ബൈപ്പാസാണ്. ഇവിടുത്തെ KSRT ഇവിടുത്തെ ബസ്സാട്ടോ. ഗവൺമെൻറ് ബസ്, മഹാരാഷ്ട്ര ബസ്. മഹാരാഷ്ട്രേൻ്റെ ഗവൺമെൻറ് ബസ്സാട്ടോ പോകുന്നത്. നമ്മുടെ സ്ഥലം ഒരു വെറൈറ്റി ടൈപ്പിലാണ്. പക്ഷെ വരണ്ട ടൈപ്പിലാണ് ഇവിടെ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ. ഈ വേനലായതുകൊണ്ടായിരിക്കും അധികം നല്ല വരണ്ട പോലെയാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഭാരത് പെട്രോൾ പമ്പാട്ടോ ഈ കാണുന്നു. ഇവിടുത്തെ HP പെട്രോൾ പമ്പ്. നമ്മളിപ്പം ഒരു 10-50 കിലോമീറ്റർ കവർ ചെയ്തു. ഇപ്പം നമ്മൾ ഇനി മുംബൈയിലേക്ക് ഇനി ഇപ്പോൾ പോകാനുള്ളത് 119 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിവേകും ജാസിലൊക്കെ ഉറങ്ങിട്ടോ. ഞാനും ഡ്രൈവറും കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാം. നല്ല ഇൻട്രസ്റ്റിംഗ് ആട്ടോ. റൂട്ടൊക്കെ നല്ല അടിപൊളി റൂട്ടാട്ടോ. നല്ല അടിപൊളി റൂട്ടും നല്ല റോഡൊക്കെ തന്നെ, കുഴപ്പമില്ല. ഈ റോഡിൽ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 100 കിലോമീറ്ററാണ്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വലിയ കണ്ടെയ്നർ ലോറികൾ, വലിയ ലോറിയും ചെറിയ ലോറിയും ഒക്കെ ഫാസ്റ്റ് ട്രാക്ക് കൂടിയാണ് പോകുന്നത്. അത് നമ്മുടെ ഓൾ ഇന്ത്യയിലുള്ള എല്ലായിടത്തുള്ള കാര്യങ്ങളാണ്. ഇവിടെ റോഡ് സൈഡിലൊക്കെ ഫ്രൂട്ട്സൊക്കെ അതേപോലെ വെച്ച് വെക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ സാധാരണക്കാർ പെട്ടിക്കട പോലുള്ള ഇതിൽ വെച്ച് വിൽക്കുന്ന ഒക്കെ കാണാൻ പറ്റും. ഇവിടെ അധികം കുറേ കുന്നും മലയൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ. നല്ല രസമുണ്ട് കേട്ടോ. കുറച്ച് ഡ്രൈ ആണെങ്കിലും ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു രസമുണ്ട് കാണാൻ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം 180-90 ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത്.
പക്ഷെ നമുക്ക് അറിയത്തില്ല. ഡ്രൈവർ ചേട്ടനൊന്നല്ല കേട്ടോ, ഇവനാകെ 26 വയസ്സായിട്ടുള്ളൂ. അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ പറപ്പിച്ച് പോവാണ് കേട്ടോ. ഇനി ഏകദേശം ഒരു 115 കിലോമീറ്ററും കൂടി പോയാൽ നമ്മൾ മുംബൈയിലേക്ക് എത്തും. ഈ റോഡ് നേരെ പോകുന്ന മുംബൈയിലേക്കാണ് കേട്ടോ. മുംബൈയിൽ ഈ റൂട്ടിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്താലാണ് നമ്മൾ ഏറ്റവും ഫേമസ് ആയ മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേ വരുന്നത് കേട്ടോ. അത് നമുക്ക് കാണാൻ പറ്റില്ല, കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ്. നമ്മളിപ്പോൾ മഹാരാഷ്ട്ര ഗുജറാത്തിൽ നിന്ന് വസായി സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ഗുജറാത്ത് കൂടെ വന്നിട്ട് പിന്നെ അവിടുന്ന് നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് ഇപ്പോൾ എൻ്റർ ചെയ്തുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കൊരു റോഡ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ റൂട്ട് നമ്മൾ തിരഞ്ഞെടുത്തതാണ്. നമ്മൾ കാണാത്തൊരു റൂട്ടിലൂടെ നമ്മൾ പോകും. അപ്പോൾ അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോറികളൊക്കെ ഇവിടെ ഭയങ്കരമായിട്ടാണ്. ലോറികളാട്ടോ കൂടുതലായിട്ട് ലോറികളാണ് കൂടുതലായിട്ടുള്ളത്. അധികം ഫാസ്റ്റായി കൂടെ കയറി പോകുന്നുണ്ട്. ചില വണ്ടികളൊക്കെ അതേപോലെ സെൻട്രൽ ട്രാക്കിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ വണ്ടികൾക്കൊക്കെ വേഗം കടന്നു പോകാൻ പറ്റും. നമ്മൾ പിന്നെ എന്താ 100 കടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്പീഡിലാണ് പോകുന്നത്. പുറത്തേക്ക് കാണുന്ന ലൊക്കേഷൻസ് ഓൾമോസ്റ്റ് സെയിം ആട്ടോ. ഒരേപോലുള്ളൊരു ലാൻഡാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മളൊരു ബ്രേക്കിന് ഇറങ്ങിയ കേട്ടോ, ഒരു കോഫി കഴിക്കാൻ ഇറങ്ങിയതാണ്. ഇതാണ് ഹോട്ടൽ വരുന്നത്. പണ്ട് നമുക്ക് ഒന്ന് മൂത്രമൊഴിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ വാഷ്റൂമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ബൈപ്പാസിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. നല്ല ചൂടാട്ടോ അവിടെ, നല്ല വെയിലുണ്ട്. നമ്മൾ ഈ വണ്ടിയിലപ്പം വന്നുകൊണ്ടിരുന്നത്. ഇവിടെ നല്ല ചൂടുകാറ്റാട്ടോ അടിക്കുന്നത്. ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ. പിന്നെ വാഷ്റൂം യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടി വാഷ്റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് അച്ഛാ ലുക്ക് കൂളിംഗ് ഗ്ലാസ് में നമ്മളങ്ങനെ ബ്രേക്ക് നമ്മളിപ്പോൾ ഒരു ഇനി മുംബൈ മേ കിतना കിലോമീറ്റർ 90 കിലോമീറ്റർ. ഇനി 90 കിലോമീറ്ററും കൂടി ഉണ്ടോ മുംബൈയിലേക്ക്. 90 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഡ്രൈവറേട്ടൻ അതാണ് പറഞ്ഞത്, 90 കിലോമീറ്റർ ഇനി പോകാണ്ട് ഒരു 2 hour 2.5 ഒരു 2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ മുംബൈ എത്തും. നമ്മൾ ഹോട്ടലിൽ എന്താണെന്നുള്ളത് നോക്കിയിട്ട് വരാം. ഇവിടെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹോട്ടലിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഹോട്ടലാട്ടോ അത്. ഇവിടെ കോഫി എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പാനിപൂരി, ഷേൽപൂരി, മസാൽപൂരി, ബാത്തി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇത് എന്താ വെളുത്തുള്ളിയോ? ഇതെന്താ വെളുത്തുള്ളി കേട്ടോ. ഇത് ഇവിടുത്തെ വെറൈറ്റി ഉള്ളി കേട്ടോ. വെളുത്തുള്ളി അല്ല, ഇത് ഉള്ളിയല്ലേ? ഉള്ളി തന്നെ അല്ലേ? ഉള്ളീൻ്റെ ഒരു ചിഹ്നം. ദാഹിവട, സേവ്പൂരി, തേൽപൂരി, ആലുപൂരി ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. ഉള്ളിയുണ്ട്, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ബേൽപൂരി, മസാൽപൂരി പോലത്തുള്ള അങ്ങനത്തെ ഇവിടുത്തെ മഹാരാഷ്ട്ര ടൈപ്പ് ഓഫ് ഫുഡുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്.
പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് സാധനങ്ങളൊക്കെ നമുക്ക് ഇത് അവിടെ കിട്ടും കേട്ടോ. ഇനി ഇവിടെ നമുക്ക് അത്യാവശ്യം കുറച്ചും കൂടി ബെറ്റർ. ഇവിടെ അവിടുന്ന് കൗണ്ടറിൽ അടിച്ചിട്ട് നമുക്ക് സാധനം എടുക്കാൻ പറ്റും കേട്ടോ. ഇതിലത്തെ സാധനങ്ങളുണ്ടോ ഇവിടുത്തെ നോർത്ത് ഈസ്റ്റ് ഫുഡുകളാട്ടോ അവിടെ ഉള്ളത്. അവിടെ കിച്ചണാണ് അവിടെ ഉള്ളത്. ഹോട്ടൽ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ. നമ്മൾ ഇറങ്ങിയ ഹോട്ടൽ നല്ല വൃത്തിയുണ്ട്. നമ്മളെല്ലാവരും ഇതാ എത്തിയിട്ടുണ്ട്. വേണ്ട കുഴപ്പമില്ല, നല്ല അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് തന്നെ കുറച്ച് നേരമായിട്ടുള്ളൂ. അതിനോട് ഞങ്ങളാരും ചായ ഒന്നും കുടിച്ചില്ല, ജസ്റ്റ് ഒന്ന് നോക്കാൻ പോയതാണ്. കൊള്ളാം, അത്യാവശ്യം കണ്ടിട്ട് വൃത്തിയുണ്ട്. കഴിച്ചു നോക്കിയില്ല, ടേസ്റ്റ് ഉണ്ടാവും വിചാരിക്കുന്നു. പിന്നെ ബൈപ്പാസ് സൈഡ് ആയതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമുണ്ടാവില്ല, വെൽ മെയിൻറ്റൈൻഡ് ആണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ബൈ റോഡ് നമുക്ക് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ B9 ഇലക്ട്രിക് നമ്മളെ മഹീന്ദ്രൻ്റെ B9 ആട്ടോ ഈ കാണുന്നത്. അത്യാവശ്യം കൊള്ളാം കേട്ടോ വണ്ടി, നല്ല ആംബിയൻസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം സെറ്റപ്പിലാണ് വണ്ടി, നല്ല ഹൈറ്റും ഉണ്ട് കേട്ടോ. എന്നെ കണ്ടാലായിരുന്നു, എന്നെക്കാട്ടി നല്ല ഹൈറ്റിലാട്ടോ വണ്ടി നിൽക്കുന്നത്. നല്ല വെയിലാട്ടോ അവിടെ, കാണുന്നു പോലുമില്ല ഉണ്ടോ. എൻ്റെ അത്ര തന്നെ ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ വണ്ടി, നല്ല ഹൈറ്റ് ഉണ്ട് വണ്ടി. നല്ല റോഡ് പ്രസൻസും ഉണ്ട് കേട്ടോ ഈ വണ്ടി കാണാൻ, നല്ല റോഡ് പ്രസൻസും കാര്യങ്ങളും ഉണ്ട്. ബാക്കത്തെ വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ, ബാക്കത്തെ ഒരു വ്യൂ ആണ്. ഫ്രണ്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല, ഒരു ഗ്രീനാണ് കേട്ടോ, ഇത് ഗ്രീൻ ടൈപ്പിലാണ് ഉള്ളത്. നമ്മൾ ഡ്രൈവർ ഏട്ടൻ ഒരു സ്മോക്ക് ചെയ്യാൻ പോയതാണ്, അപ്പോൾ വരാൻ മതിയാവും. ജാസിലും വിവേകൊക്കെ വണ്ടി കയറി, നമുക്ക് 4 വണ്ടിയിൽ കയറാം. മുപ്പര് വന്നോട്ടെ. ഇപ്പോൾ നമ്മൾ ഫുള്ള് ഒരു ഫോറസ്റ്റ് ഏരിയ കൂടി കേട്ടോ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത്. നല്ല കാടാട്ടോ ഇവിടെ, വെയിലുണ്ടിട്ട് കാട് ഇങ്ങനെ This place name? Manur. ഈ സ്ഥലത്തിൻ്റെ പേര് മനൂർ എന്നാട്ടോ. ഒരു ഫോറസ്റ്റ് ഏരിയ, റിസ്ട്രിക്റ്റഡ് ഏരിയ. ഇത് ഫോറസ്റ്റ് ഏരിയ കേട്ടോ, മനൂർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഫുള്ള് കാടാട്ടോ, പക്ഷേ നല്ല ചൂടായതുകൊണ്ട് കുറച്ച് ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത്. ഇലകളൊക്കെ ഉണങ്ങിയിട്ടാണ് നിൽക്കുന്നത്. ഫുള്ള് എയർപിന്നുകളും കൂടിയാണ്, നല്ല എയർപിൻ വളവുകളൊക്കെ ഉണ്ട്. ഡ്രൈ ഫോറസ്റ്റ് ആട്ടോ ഇവിടെ. നമ്മളെ കേരളത്തിലെ ഫോറസ്റ്റ് പോലുള്ളൊരു ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് അല്ല അത്. ഇത് നീണ്ട് നിവർന്ന് കിടക്കുകയാണ്. നമ്മളെ കേരളത്തിലല്ലേ സ്ഥലത്തിൻ്റെ കുറവ്, ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായതുകൊണ്ട് കാടിങ്ങനെ പരന്ന് കിടക്കുക. നല്ല കുഴപ്പമില്ലാത്ത റോഡാട്ടോ ഇവിടെ, നല്ല അത്യാവശ്യം നല്ല റോഡാണ്. നല്ല രസമുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ. വേറൊരു ആംബിയൻസ് ആണ്, നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് ലാൻഡ് കൂടെയാണ് നമ്മൾ പോകുന്നത്. കൊള്ളാം, നൈസ് എക്സ്പീരിയൻസ്. ഇത് ഒരു പുഴേൻ്റെ ലൈനാട്ടോ ഈ കാണുന്നത്, 1 വേ ആണ്. ഒരു പുഴേൻ്റെ മുകൾക്കുള്ളൊരു പാലാണിത്, ഒരു വെറൈറ്റി റോഡാട്ടോ. നമ്മളിപ്പോൾ പുഴേൻ്റെ മുകളിലൂടെയാണ് പോകുന്നത്. അടിപൊളി കേട്ടോ, നല്ല ആംബിയൻസ് ഉണ്ട്. താഴെ നദി കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പാലത്ത് കൂടെ ഒരു ലൈന് വണ്ടി പാസ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത വണ്ടി ലൈന് പാസ് ചെയ്യാൻ പറ്റുള്ളൂ.
ഈ വണ്ടി കഴിഞ്ഞ് കാത്തുകയാണ്. സിഗ്നലുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചാണ്. ചെറിയ വണ്ടികൾ മാത്രമേ ഉള്ളൂ അലൗഡ് ഉള്ളൂ, വലിയ വണ്ടികൾക്ക് അലൗഡ് അല്ല കേട്ടോ. നല്ല അടിപൊളി റോഡാട്ടോ, സിംഗിൾ ലൈൻ റോഡാട്ടോ കാണുന്നത്. ഒരു ഗ്രാമപ്രദേശമാണ് ഈ കാണുന്നത്. ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്നൊരു ഏരിയ ആണ് കേട്ടോ. ഹലോ, ഇവിടെയൊക്കെ കൃഷിപ്പാടങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. ഇതവിടെയൊക്കെ കണ്ടോ, എന്താണ് കൃഷി ചെയ്യുന്നത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാൻ പറ്റുന്നില്ല. ഏതൊരു ഗ്രാമപ്രദേശമാണ്, ഹില്ലി ഏരിയ ആണ് ഇത്. അല്ല, ഇവിടെയൊക്കെ കണ്ടില്ല, ഏക്കർ കണക്കിന് സ്ഥലം കിടക്കാണ്. നമ്മളിപ്പോൾ വസായി ടോളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വസായിലുള്ള ടോളാണിത്. നമ്മൾ വസായി ടോളിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? കിतना किलोमीटर है भाई? अभी सर यहाँ से होगा 60 किलोमीटर होगा. ഇനി ഒരു 60 കിലോമീറ്ററും കൂടി ഉണ്ട് കേട്ടോ വസായിന്ന്. ഇത് വസായി ചെക്ക് പോസ്റ്റ് ആണ്, ടോൾ പ്ലാസ ആണ് കേട്ടോ വസായിത്തെ. छोटी टपरी, छोटी दुकान, मतलब वड़ा पाव बहुत फेमस है. वड़ा पाव एंटी I taste it. one time சாப்பிட்டிருக்கு. എന്താ പറയുക, eating. टी भी बहुत अच्छा है इधर का. टीवी ट्राई कर सकते हो. चाय पिया? ഇത് ഇവിടുത്തെ ചായക്കട കേട്ടോ, ലോക്കൽ കടയാണ്. പാവ് ബജി മാ ഫേമസ് है. वड़ा पाव. वड़ा पाव. अनदर डिश तो नहीं होगा इसके पास. ഇവിടുത്തെ ഹോട്ടലാട്ടോ. വടാപ്പാവ് ആണ് ഇവിടുത്തെ ഫേമസ്. ഇവിടുത്തെ ഫേമസ് ഫുഡ് വടാപ്പാവ് കേട്ടോ. പിന്നെ നമുക്ക് എന്താണ്ട് വടാപ്പാവ്. ഇവിടെ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഫുഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ്. ഇവിടെ നല്ല ഫുഡൊന്നും കാണുന്നില്ല. വടാപ്പാവ് വലിയ താല്പര്യം ഇല്ല എനിക്ക്. ഇവിടെ പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. കേട്ടോ മുംബൈ ഡൽഹി എക്സ്പ്രസ് ഹൈവേ. ഇത് മുംബൈ ഡൽഹി എക്സ്പ്രസ് ഹൈവേ കേട്ടോ. अभी वो बना नहीं है पूरा. न्यू हाईवे है बट अभी इसका बना नहीं है, काम चालू है. ഇത് പുതിയ ഹൈവേ കേട്ടോ നമ്മൾ കാണുന്നത്.
മാർക്കറ്റാട്ടോ. നമ്മൾ കൊട്ട പോലെ, കോഴിക്കോട് കൊട്ട പോലെ ഉള്ളൊരു മാർക്കറ്റാണ്. പക്ഷെ കൊട്ടൻ്റെ അത്ര പോരാ, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. കൊട്ട ഇതിനേക്കാളും വലുതാണോ? പിന്നെ കൊട്ട സെറ്റപ്പ് അല്ലേ. അഡ്വാൻസ്ഡ് എന്നോട് വാർത്ത അല്ല, ഫോൺ സീറ്റ് എൻ്റെ ഐഫോൺ അല്ലേ. ഇതാണ് നമ്മളെ LTT റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. നമ്മൾ ഇവിടെ ഇറങ്ങി. ഇനി നമുക്ക് ഇവിടുന്ന് 8 മണിക്കാണ് ട്രെയിൻ ഉള്ളത് അല്ലേ അഭിത്തട്ട? 8 മണിയല്ല, 8:45 നമുക്ക് ട്രെയിൻ ഉള്ളത്. അപ്പം അതിൻ്റെ മുന്നേ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ഒന്നുകൂടെ ഒന്ന് കറങ്ങിയിട്ട് വേണം നമുക്ക് ട്രെയിനിൽ കയറാൻ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കാണാം.